അന്ധവിശ്വാസികൾ അരങ്ങു വാഴുന്ന ഇന്ത്യ. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത പുറത്തു വന്നത്. ഉത്തർപ്രദേശിൽ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതരും അച്ഛനും ചേർന്ന് നരബലി കഴിച്ചു എന്ന്. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് ചിന്തിച്ചവർക്ക് പത്തനംതിട്ടയിലെ ഇലന്തൂർ ഒരു ഉദാഹരണമാണ്. 2 സ്ത്രീകളെയാണ് ഒരു കുടുംബത്തിലെ വീട്ടമ്മയും ആ വീട്ടുകാരനും ഷാഫി എന്നു പേരുള്ള ഒരു ക്രൂരനും ചേർന്ന് നരബലി കഴിച്ചത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സുപ്രസിദ്ധ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ യദു നാരായണൻ, മാധ്യമ പ്രവർത്തക ശില്പ ശിവ. സ്വാഗതം. യദു, നമ്മുടെ നാടിന്റെ പോക്ക് ഒരു വല്ലാത്ത കഷ്ടത്തിലേക്കാണ്. ആൾദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഇന്ത്യ. ഇതിനെയൊക്കെ ട്രോളിക്കൊണ്ട് പല സിനിമകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എലന്തൂരിന്റെ നരബലിക്ക് ശേഷം ഉത്തർപ്രദേശിലെ നരബലി, നഗ്നപൂജയ്ക്ക് നിർബന്ധിക്കുന്ന ഭർത്താവും കുടുംബവും, ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് എന്നാണ് ഞെട്ടിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ലോഹിത്തെ, കേരളത്തെ സംബന്ധിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറെ കൂടി ശക്തി ആർജിച്ചു. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് കുറെ കൂടി പബ്ലിക്കിനിടയിലേക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഇപ്പോൾ നിരന്തരമായി സ്വാമിമാര്, ആൾദൈവങ്ങൾ, ഒരുപാട് സിദ്ധികളുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, നാഗസൈരന്ദ്രി ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ വരികയാണ്. അവർക്കൊക്കെ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിനുള്ള വ്യൂ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, പണ്ട് ഈ ആഭിചാരം, അനാചാരം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാക്കും, ധനലാഭം, ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു പത്രത്തിന്റെ ഒരു കോളത്തിൽ ധനാകർഷണ യന്ത്രം, ഭൈരവി യന്ത്രം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചാനലിൽ ഒരു അരമണിക്കൂർ സ്ലോട്ട് എടുത്ത് കുട്ടിച്ചാത്തൻ സേവ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചാനലുകളിൽ സ്ലോട്ട് ആചാരങ്ങളിൽ മാത്രമല്ല കേട്ടോ, ക്രൈസ്തവ ആചാരങ്ങളിലും ഇസ്ലാമിക ആചാരങ്ങളിലും ഉണ്ട്. ഞാൻ പറയുന്നത്, ഏത് തരം ആചാരങ്ങളായാലും ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഒന്നുകിൽ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഉൾപേജിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനലിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു അരമണിക്കൂർ സ്ലോട്ട് എടുത്തിട്ടായിരിക്കും കാണിക്കുക. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. ശരിക്കും ഇതൊരു ബിസിനസ് ആയിട്ട് മാറി. ഇപ്പോൾ ഒരു ആൾദൈവം, ഞാനൊരു ആൾദൈവമാണെന്ന് പറഞ്ഞ് നാളെ താടിമുടിയൊക്കെ വളർത്തി വന്ന് ഒരാളെ കൊണ്ടൊരു സെറ്റ് ഇട്ടിട്ട് ഞാൻ ഇവനെ അനുഗ്രഹിച്ചതുകൊണ്ട് ഇവന് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഒരു കഥ ഉണ്ടാക്കി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ എൻക്വയറി വരും. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് തട്ടിപ്പുകാരെ നമുക്കിടയിലുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഞാൻ തരുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വലിയ ഫലം കിട്ടുന്നതുകൊണ്ടാണല്ലോ വീണ്ടും ഈ ഫലം കിട്ടുന്നതും സെറ്റ് ഇടാലോ. രോഹിത്തിനെ ഞാൻ സെറ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വാമി ആയിരിക്കുന്നു, രോഹിത്ത് വരുന്നു, 10-20 പേര് നമ്മൾ സെറ്റ് ഇട്ട് നിർത്തുന്നു. ഒരു പുതിയ ഒരാളെ അതിന്റെ ഇടയിൽ നമ്മളെ കാണാൻ വരുന്നു വെക്കുക. അപ്പോൾ രോഹിത്തിന് ഒരു ഗുണമുണ്ടായി എന്ന് രോഹിത് എന്നോട് പറയുന്നു. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലോ ഇടുന്നു. ഇത് കണ്ടിട്ട് ഒരു 5 പേരെങ്കിലും വരും. ഈ വരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ ഒരു 10-15 പേരെ സെറ്റ് ഇട്ട് നിർത്തിയിട്ട് ഇവരൊക്കെ ഗുണം കിട്ടിയവരാണെന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയാണ് ഇപ്പൊ ഒറ്റ തലോടൽ കൊണ്ട് നടുവേദന മാറ്റുന്ന ഒരു മുസ്ലിം സിദ്ധൻ എന്ന് പറഞ്ഞൊരു രക്ഷ ഇറങ്ങി. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാണാറില്ലേ, ചില പാസ്റ്റർമാര് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ആളുകളെ പെട്ടെന്ന് തൊടുമ്പോൾ രോഗശാന്തി കിട്ടുന്നത്. ഇത് കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് നല്ല മനുഷ്യരുമുണ്ട്, നല്ല കഴിവുകളുള്ള ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെയേറെ ആളുകളെ പറ്റിക്കാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായതോടുകൂടി തട്ടിപ്പുകാർക്ക് എളുപ്പമായി. അതുകൊണ്ടാണ് ഇത് നമ്മുടെ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചാൽ ഒരു ഊണിന് എത്ര രൂപയാണെന്ന് നാട്ടിലൊരു നിയമപരമായിട്ട് ഇത്ര രൂപയാണ് ഒരു ഊണിന് ചാർജ് ചെയ്യപ്പെടുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡോക്ടറെ കൺസൾട്ടിങ് അയാളുടെ ഡിഗ്രി അനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു മിനിമം ഒരു 300 രൂപ മുതൽ 600-700 രൂപ വരെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു സ്വാമിയെ എടുത്ത് ചെന്നാൽ ഇപ്പൊ ഒരു സ്കാനിങ് ചെയ്യണം, ഒരു ആശുപത്രിയിൽ പോയി ഒരു സ്കാനിങ് ചെയ്യണം, അതിന് എത്ര രൂപയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു സ്വാമി എടുത്ത് ചെന്നാൽ ആ സ്വാമി പറയുന്നതാണ് റേറ്റ്. അനിയന്ത്രിതമായ പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഈ സ്വാമിമാരും ഉസ്താദന്മാരും ചില പാതിരിമാരും ഒക്കെ ഇതിനെ സമീപിക്കുന്നത് നിയമപരമായി ഇങ്ങനെ ചെയ്യണം. നിയമപരമായി നമ്മൾക്ക് വിശ്വാസത്തെ, അതായത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന വിശ്വസിക്കാനും വിശ്വാസത്തെ പിന്തുടരാനും വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും ഒക്കെ തന്നെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട്, അതായത് കൃത്യമായ രീതിയിൽ ബിസിനസ് താല്പര്യങ്ങളോടുകൂടി ഇന്ന് വിശ്വാസങ്ങളെ വിൽപ്പനച്ചരക്കാക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തില് ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ, അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം ഉദാഹരണം എടുത്താൽ കാസർഗോഡ് വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നേരത്തെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇവിടെ ക്ഷേത്രങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചർച്ചുകൾ അറിയാം, അല്ലെങ്കിൽ ഈ മോസ്കുകളൊക്കെ തന്നെ അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കൂണ് പോലെയാണ് ഇന്ന് പുതിയ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് തന്നെ അറിയാം, ഇത്രയും നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ വലിയ ഫോളോവേഴ്സോട് കൂടി. അപ്പൊ നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു മഠം എന്ന് മുതലാണ് ഉണ്ടായത്,
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേവാലയം എന്നു മുതൽ ഉണ്ടായതെന്നൊക്കെ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന രീതിയിലേക്ക് കൃത്യമായ രീതിയിൽ ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, അതായത് അവരുടെ വിശ്വസിക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാനുള്ള അധികാരവും അവകാശവും ഉള്ളപ്പോഴും അതിന്റെ പിന്നിൽ ഒരു ചൂഷണം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയം നമുക്ക് കൃത്യമായി ഉണ്ടാകുന്നു. കാരണം നമുക്കറിയാം, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ധനികനാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അതിൽ നിന്ന് മോചനം വേണമെന്നൊക്കെ പറഞ്ഞ് എത്തുന്നവരുടെ മാനസികാവസ്ഥയെ കൃത്യമായി ചൂഷണം ചെയ്യുന്നുണ്ട്. ആ ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോരാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം അവരുടെ പിന്നിലുള്ള സംഘടിതമായ ശക്തി, അങ്ങനെയുള്ള സംഘടിത ശക്തിയാണ് അവരുടെ മുന്നിൽ അണിനിരത്തുന്ന, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അവരുടെ കവചമായി ഒരുക്കുന്നവർ പലപ്പോഴും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയാണ് അവർ കവചമായി ഉയർത്തി അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ അലങ്കാരമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ, ഈ ആൾദൈവങ്ങൾക്കെതിരെ ഒക്കെ തന്നെ എങ്ങനെ പ്രതികരിക്കാൻ കഴിയും, അല്ലെ എങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവർക്കൊരു നിയമപരിരക്ഷ ലഭിക്കുമോ? ഒരാൾ പറ്റിക്കപ്പെട്ടു, ഇപ്പൊ ഞാനൊരു സ്വാമി എടുത്ത് പോവാണ്, അയാൾ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ പൂജയ്ക്ക് വേണ്ടി വാങ്ങുന്നു. പക്ഷെ ഞാൻ ആ പണം കൊടുത്തതിനെതിരെ തെളിവുകൾ ഉണ്ടാകില്ല, പണമായിട്ടായിരിക്കും ഞാൻ കൊടുക്കുക. ദക്ഷിണ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിലല്ലല്ലോ ചിലപ്പോൾ അയച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ പറ്റിക്കപ്പെട്ടു, എനിക്കത് പരാതിപരമായി മുന്നോട്ട് പോകാൻ പറ്റും. പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടാൻ സാധിക്കും. കാരണം ആ പൈസ അദ്ദേഹം വാങ്ങിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓഫർ നൽകിയിട്ടാണോ മേടിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നടത്തി തരാമെന്ന് പറഞ്ഞിട്ടാണോ മേടിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ആ സാധനം മേടിച്ച് തന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീഷണിയുടെ ഭാഗമായിട്ടാണോ ഈ തരത്തിൽ ഈ പണം അപഹരിച്ചത്, തീർച്ചയായിട്ടും പരാതിപ്പെടാൻ സാധിക്കും. പക്ഷേ പരാതിപ്പെടുമ്പോൾ ആ പരാതിപ്പെടുന്നവരെ കോർണർ ചെയ്ത് ആക്രമിക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു വലിയ സംഘടിതമായ അക്രമത്തെ ഭയന്ന് ആരും തന്നെ പണം നഷ്ടപ്പെട്ടത് പുറത്തു പറയാത്ത തീർച്ചയായിട്ടും ഇന്ന് നാണക്കേടല്ലോ. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇത്രമാത്രം പുതിയ പുതിയ ക്ഷേത്രങ്ങളൊക്കെ പലപ്പോഴും ഇപ്പൊ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ വിഷ്ണുമായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്രയെത്ര വിഷ്ണുമായ ക്ഷേത്രങ്ങൾ, കുട്ടിച്ചാത്ത ക്ഷേത്രം, എനിക്ക് തോന്നുന്നു ഓരോ വീടുകളുടെ ടെറസിൽ ഇപ്പോൾ എന്താണ് പുതിയ പുതിയ അമ്പലങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ രീതിയിൽ, അതായത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കറിയാം, നേരത്തെ പല കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പുരാതനമായിട്ടുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലൊക്കെ പല ക്ഷേത്രങ്ങളും പല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമൊക്കെ ഉള്ള അമ്പലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ മറവില് കേരളത്തിൽ വ്യാപകമായി ഇങ്ങനെ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിലേക്ക് എത്തുന്നു. അപ്പൊ അതിന്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ എത്തുന്നവർ കൃത്യമായിട്ട്, അതായത് ഉന്നതരായിട്ടുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ സെറ്റ് ഇട്ടല്ലേ. കാരണം സിനിമാ താരങ്ങളെയും അല്ലെങ്കിൽ പ്രശസ്തരായ ആളുകളെയൊക്കെ ഇത്തരത്തില് സങ്കേതങ്ങളിലേക്ക് അണിനിരത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തോന്നുന്നു, ഇന്ന ആള് പോകുന്നു, അല്ലെ ഇന്ന സെലിബ്രിറ്റി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ നേരത്തെ ഇവിടെ രോഹിത് പറഞ്ഞ പോലെ പൂജയ്ക്കൊന്നും തന്നെ ഒരു കണക്കുമില്ല. നമ്മളോട് പറയുന്നത് ഇന്ന പ്രശ്നം പരിഹരിക്കാം, ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ യാതൊരു വിധമായ ഒരു കൃത്യതയില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശില്പ ഇപ്പോ ഈ മന്ത്രവാദികൾ അല്ലെങ്കിൽ ആൾദൈവങ്ങൾ അല്ല, അതിനുമപ്പുറത്തേക്ക് ഹീലിംഗ് തെറാപ്പികൾ ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി പേരുടെ അഭിമുഖങ്ങൾ താങ്കൾ എടുത്തിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ ഒരു പേഴ്സണലി ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ വർത്താണോ, പ്രയോജനമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആണ് ചോദിക്കുമ്പോൾ ഇപ്പോ യദുചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നാഗസൈലേന്ദ്രയുടെ അഭിമുഖവും ഞാൻ എടുത്തിട്ടുണ്ട്. അതേസമയം ഈ ഹീലിംഗ് തെറാപ്പി ചെയ്യുന്നവരുടെ അഭിമുഖം, അത് രണ്ടും എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ രണ്ടിന്റെയും ജെന്യൂനിറ്റിയുടെ ഡിഫറൻസ് മനസ്സിലാകും എന്നുള്ളതാണ്. നാഗസൈലേന്ദ്രയുടെ വീട്ടിലേക്ക് നമ്മൾ ഒപ്പമാണ് പോയത്. ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയൊരു അവർ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവില്ല. നാഗസൈലേന്ദ്രി സ്വയം ദേവിയാണെന്ന് സ്വയം പറയുമ്പോഴും അവിടേക്ക് ഒരു ഭക്തരുടെ ഒഴുക്കമൊന്നുമില്ല. അവര് സോഷ്യൽ മീഡിയ ചാനലുകാർ അവരെ തേടി ചെല്ലുന്നു, 1000-ഓ 2000-ഓ അവർക്ക് കൊടുത്തിട്ട് 1 കിലോ അരി തരുന്നു, 1 കിലോ അരി എടുത്ത് 4 തിരിച്ച് എല്ലാവർക്കും അരിയായിട്ട് കൊടുക്കും. അവര് ദൈവമാണെന്ന് അവരാ പറഞ്ഞത്. അവർക്കറിയാം ഇത് അങ്ങനെയൊന്നും അല്ല. അവര് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കാണിക്കുന്നു. അവരുടെ ഒരു മാനസിക നിലയുടെ പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം അത് ആക്ച്വലി നമ്മളൊരു കണ്ടന്റ് മാത്രമാണത്. പക്ഷെ നേരെ മറിച്ച് നാഗസൈലേന്ദ്രയുടെ വീട് കണ്ട യദുചേട്ടൻ ഞെട്ടുന്നതാണ്. ഒരു കാട്ടിന്റെ ഉള്ളിൽ വീട് എന്ന് പറയുന്നത് അടുത്തിടെ നാഗസൈലേന്ദ്രക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു കൊല്ലം ജില്ലയിലെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല. അവരുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ ഇവരുടെ വീട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സ്ഥലം മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന് ഇവരുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞാനാണ് പോയിട്ട് ചോദിച്ചത്
ഈ നാഗസൈരേന്ദ്രയുടെ വീട് ഏതാണെന്ന്. അവർ പറഞ്ഞു തരാൻ തയ്യാറല്ല എന്നുള്ളതാണ്, അവർക്ക് പേടിയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആ നാട്ടിലെ ഒരു കോമഡി പീസ് താരമാണ് നാഗസൈരേന്ദ്രി. ഈ നാഗസൈരേന്ദ്രി ദേവി പട്ടം ചാർത്തി കൊടുക്കുന്ന ചാനലുകാരാണ്. ഇവര് പോകുമ്പോ ഞങ്ങൾ കിരീടമൊന്നുമായിട്ടല്ല പോയത്, കിരീടം ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെ ഷൂട്ടിന് പോയ ആളുകൾ എനിക്കറിയാം. അതായത് ഇവര് എന്നിട്ട് ഇവരോട് സ്ക്രിപ്റ്റ്, നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടെന്നല്ല, നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവർ ജനുവനായിട്ട് അവസാനം ഇവരൊരു ദേവിയെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്നോട് കൃഷ്ണനാണ്, അവരെയാണ് ഞാൻ കൊടുവാവാന്ന് വിളി, കൃഷ്ണനോ ദൈവമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗന്ധർവനാണെന്നാണ്. അത് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരു കണ്ടന്റായി കണ്ടാൽ മതി ഈ നാഗസൈരേന്ദ്രൻ. അതൊക്കെ വയറ്റിപ്പഴുപ്പിലാണെന്ന് തോന്നുന്നു. അത് വൈകിട്ട് പക്ഷെ അതുകൊണ്ട് അവർക്ക് ലാഭമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അല്ല, വയറ്റിപ്പഴുപ്പ് നടക്കും. അവരുടെ ഇങ്ങനെയുള്ള പ്രചരണം നടത്തുമ്പോൾ അവരെ പക്ഷെ ഞാൻ റേഷനരി ഉപ്പും മുളകും മേടിക്കാം. അപ്പൊ ഈ നാഗസൈരേന്ദ്രനെയൊക്കെ വെറും വയറ്റിപ്പഴുപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതായില്ലേ. അപ്പൊ ഞാൻ ശില്പിയോട് ചോദിക്കുന്ന ചോദ്യം അതല്ല, അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത്. പക്ഷെ ഹീലിംഗിന്റെ ഭാഗമായി സംസാരിക്കുന്നത് ഇപ്പൊ റേക്കി ഹീലേഴ്സ് ഉണ്ട്, സ്പിരിച്വൽ ഹീലേഴ്സ് ഉണ്ട്, ഹിപ്നോതെറാപ്പി വെച്ച് ഹീലിംഗ് ചെയ്യുന്നവരുണ്ട്, തസ്മൈ ഗുരുജിയെ പോലെ മെഡിറ്റേഷൻ വഴി ഹീലിംഗ് ചെയ്യുന്നവരുണ്ട്. ഇതില് ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ ഓരോ തരമാണ് എന്നുള്ളതാണ്. തസ്മൈ ഗുരുജിയുടെ കാര്യം എടുക്കാം. തസ്മൈ ഗുരുജി എനിക്ക് ഇത്ര പൈസ തരൂ എന്ന് പറയുന്നില്ല. തസ്മൈ ഗുരുജി പറയുന്നത് അനുസരിച്ച് അദ്ദേഹം മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒരു കോഴ്സ് ഫീസ്, ഈ മെഡിറ്റേഷൻ പഠിക്കുന്ന ഒരു കോഴ്സ് ഫീസ് ഉണ്ടാവും. അല്ലാതെ ദക്ഷിണ ഇനത്തിൽ പിന്നെ പൂജ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. വൺസ് അദ്ദേഹത്തിന് ഒരു ഇത് പഠിക്കാൻ വേണ്ടി ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പൈസ വാങ്ങുന്നത് അത് വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷെ നമ്മള് ഈ അബാക് മീഡിയയിൽ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ആളുകൾ ആരും ഇത്തരത്തിൽ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിനെ സൈന്റിഫിക്കലി ഡീൽ ചെയ്യുന്നവരെയാണ്. അൺസൈന്റിഫിക് ആയിട്ട് സംസാരിക്കുന്നവരില്ല എന്നുള്ളതല്ല. പക്ഷെ ഇത് ഈ കണ്ടന്റുകൾ പോകുമ്പോൾ വരുന്ന കോളുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും നമ്മൾ മനസ്സിലാകുന്നത് ഒരു വലിയൊരു കൂട്ടം ആളുകള് എവിടെയെങ്കിലും ഒരു ആശ്രയം തേടി നടക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടി നടക്കുകയാണെന്നുള്ളത്. ആ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം. ഇതിനൊക്കെ എവിടെ നിന്നെങ്കിലും ഒരു പരിഹാരം ലഭിക്കണം, ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറണം. അത്തരത്തിലുള്ള കോളുകളാണ് ഈ കൂടുതലായിട്ട് ഇവർക്കെല്ലാം വേണ്ടത് ഒരു പോയിന്റ് ഓഫ് ഹോപ്പ് ആണ്. ചിലരത് ദൈവത്തിൽ കാണുന്നു, ചിലരത് ഇപ്പൊ റേക്കി പോലെയുള്ളവർ അത് എനർജിയിൽ കാണുന്നു. ഹോപ്പിനപ്പുറത്തേക്ക് ഇത് ഈ പറയുന്ന ചാത്തൻ മഠങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ അത് ഹോപ്പൊന്നുമല്ല. അതെന്ന് പറഞ്ഞാൽ വലിയ ഡീലാണ്. അതായത് ഇപ്പോൾ ഒരു വലിയ കമ്പനി തുടങ്ങുന്ന ഒരു വൻ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചു, അവർ വരുന്നു, കോടികൾ ദക്ഷിണ കൊടുക്കുന്നു. അത് ഗൂഗിൾ പേ അങ്ങനെ അക്കൗണ്ട് സംവിധാനമൊന്നുമില്ല, ക്യാഷായിട്ട് കൊണ്ടുവെക്കുന്നു, അവിടെ അനുഗ്രഹം മേടിക്കുന്നു, പ്രത്യേക പൂജകൾ നടത്തുന്നു, മടങ്ങുന്നു. ഈ വിധത്തിലുള്ള ഒരു ഹൈടെക് ലെവലിലേക്കുള്ള ഞാൻ ഈ അടുത്ത് ഒരു യാത്ര കഴിഞ്ഞ് തൃശ്ശൂരിൽ വരുന്ന സമയത്ത് ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി. അതിന്റെ കെട്ടും മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ടാണ് എപ്പോഴും ഇത് കാണുമ്പോൾ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു പൂജയുണ്ട്. ഞാൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം. അവിടെ പോയിട്ട് പേരും ഒരാളിരിക്കുകയാണ്, 3-4 പേര് കസേരയിട്ടിരിക്കുന്നു. ഒരാൾ എന്നോട് അവിടെ ചെന്നിരുന്നപ്പോഴേ പേരും സ്ഥലവും കുട്ടികളുണ്ടോ, ഇങ്ങനത്തരത്തിലുള്ള ജോലി എന്താണ്, അപ്പൊ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. 300 രൂപ എന്തോ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റും, അത് അടച്ചു. പിന്നെ അവിടെ കാത്തിരിക്കണം. ഈ പൂജകൾ കഴിഞ്ഞിട്ട് ഈ വിഷ്ണുമായ അവതരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ വിഷ്ണുമായ പറയുന്നു. അടുത്ത് നിൽക്കുന്ന ആളാണ് ഏറ്റുപറയുന്നത്. അപ്പൊ അയാളുടെ കയ്യിൽ ആദ്യം എഴുതി വെക്കുന്ന തുണ്ടുകടലാസ് കയ്യിലുണ്ട്. ഇതിൽ നമ്മുടെ ബേസിക് പ്രശ്നങ്ങൾ മറ്റേ നമ്മളോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചത്. എന്നിട്ട് പറയും വിഷ്ണുമായ പറഞ്ഞിരിക്കുന്നതാണ്, അവിടെ ചെന്നോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ച് 20,000-30,000 പൂജകളെ ഉള്ളൂ. അല്ല, ഈ വിഷ്ണുമായ വന്ന് ഉറഞ്ഞു കഴിഞ്ഞ ഒരു 3 പേരൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയുള്ളൂ എന്നാൽ പോയാലും അവിടെ പോയേക്കാം. കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു 10,000-20,000 പോവും. ഇനി ഇത് കേട്ടിട്ട് ഇത് ചെയ്യാതെ ഇനി പോരുന്നാ പോരെ എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ നിന്നോട്ട് നമ്മളിട്ട് ഇറങ്ങുമ്പോൾ കാലൊന്ന് കല്ലെ തട്ടിയാൽ പോലും ഇതിന്റെ ദോഷമാണ് നമ്മൾ വിചാരിക്കും. മനമാണല്ലോ ആദ്യം പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ജോത്സ്യം കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂ എടുത്തു. അതിൽ അവര് 300 രൂപയോ 400 രൂപയോ എന്താണ് കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു ഈ മന്ത്രവാദങ്ങളും കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചെറിയ പൈസ കുഞ്ഞു ക്രിയകളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് അവർ തന്നെ പറയാണ് ഇതൊക്കെ എന്തിനാ, ഇത് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുകയാണ്. തന്റെ മനസ്സിൽ ഈ പ്രശ്നങ്ങൾ, തന്നെ ബാധിച്ച പ്രശ്നങ്ങൾ പോയി എന്ന് തോന്നൽ മനസ്സിലുണ്ടാക്കി കൊടുത്താൽ അത് പിന്നീടുള്ള പ്രവർത്തികളെല്ലാം പോസിറ്റീവായിട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കോവിഡിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ എത്ര പുതിയ ആരാധനാലയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നത്. ഓരോരോ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അത് എല്ലാത്തിലും വലിയ റീച്ച്. ആരാധനാലയങ്ങൾക്ക്
നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ വരാൻ ഓ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമോ സിനിമ പാട്ടിട്ടാണല്ലോ അവരുടെ അതെ ആദൈവങ്ങളുടെ ഈ ഇതിന് മുമ്പേ ഇതൊക്കെ ഇപ്പോഴല്ലേ വരുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന 2 സ്വാമിമാർ, ഒന്ന് സന്തോഷ് മാധവൻ, ഒന്ന് ഹിമോൽ ഭദ്രാനന്ദ. നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. അതായത് അന്ന് ഈ ഹിമോൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന അരുൺകുമാർ എന്തോ ആളുടെ പേര്, ഇയാൾ അതുവരെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന സ്വാമി എന്ന് വിളിച്ച് വലിയ വേദികളിലൊക്കെ കൊണ്ടിരുത്തിയിരുന്ന ഒരാളാണ്. പക്ഷെ ആലുവ പോലീസ് സ്റ്റേഷനിൽ അയാൾ തോക്കെടുത്തതിന് ശേഷം പിന്നീട് അയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പറയുന്നത് മുഴുവൻ ചീത്തവിളിയും തെറിയാണ്. ഒരാൾ അത്രയും കാലം ആളുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകളൊക്കെ വലിയ തോതിൽ ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാള് പിന്നെ നാടുവിട്ടും തെരുവ് പറഞ്ഞ് നടക്കുക. പാലക്കാട് ചണ്ടാളപാവ എന്ന് പറഞ്ഞിട്ടൊരു ആള് 36-37 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ ബാക്ക് മീഡിയയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്റെ അച്ഛൻ നായരും, അങ്ങനെയാണെന്ന് തോന്നുന്നു, എന്റെ അച്ഛൻ നായരും അമ്മ ദളിത് സ്ത്രീയുമാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ദളിതർക്ക് വേണ്ടിയാണ്, ചണ്ടാളം. അപ്പൊ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന ജാതിയായ ചണ്ടാള ജാതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളി ബ്രാഹ്മണ്യം സ്വീകരിച്ച ആളാണ്, താന്ത്രിക വിദ്യ പഠിച്ച ആളാണ്, പൂണൂലിട്ട ആളാണ്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റിൽ എന്തോ പുള്ളിക്ക് പേര് വരാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സ്വന്തമായ ക്ഷേത്രം തുടങ്ങി. അതേപോലെ ഞാൻ ഇവിടെ മത്സ്യം കഴിച്ചിട്ട് മാംസം കഴിച്ചിട്ട് ഇവിടെ വരാൻ ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. അവിടെ സ്ത്രീയുടെ യൂണിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ചാനൽ കൊടുങ്ങല്ലൂരിൽ കോഴിവെട്ട് നിരോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾ ചർച്ചയായതാണ്. ചാനൽ ചർച്ചകളിൽ സജീവമായിട്ട് വരുന്ന ഒരാളാണ്. ഞാൻ അവിചാരിതമായിട്ടാണ് തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കുമ്പോൾ കുറെ സ്വാമിമാരുടെ ഒരു ജാഥ ഒരു എന്തോ ഒരു സമ്മേളനം നടക്കുകയാണ്. ഇദ്ദേഹം മുന്നിലുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വേഷമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, കറുത്ത തലപ്പാവൊക്കെ വെച്ചിട്ട്. അങ്ങനെയാണ്. പക്ഷെ അവിടെ ഈ സ്വാമിമാരുടെ ഈ സമ്മേളനത്തിൽ നേരിട്ട് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അവഗണനയായിരുന്നു. കാരണം ഇദ്ദേഹം ചണ്ടാള സ്വാമിയാണ്, ബാക്കിയെല്ലാം ജാമണ്യം മുറുകെ പിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കിടയിലും പ്രശ്നങ്ങളുണ്ട്, തല്ലും പിടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് ശില്പയോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറെ പേരുടെ ഇന്റർവ്യൂകൾ ഇങ്ങനെ നമ്മുടെ ചാനലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാക്കൾ, നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ ഇന്റർവ്യൂകൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുള്ളത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടോ ഇന്റർവ്യൂ സമയത്ത്? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോ ഈ ഇന്റർവ്യൂസിന്റെ ഭാഗമായി ആദ്യം നമ്മൾ സംസാരിച്ച ജോർജ് മാത്യു സർ അല്ലെങ്കിൽ വേണുചേട്ടൻ. ജോർജ് മാത്യു സർ എന്ന് പറയുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണ്, പഠിച്ചിട്ടുള്ളത്. വേണുചേട്ടൻ അങ്ങനെയല്ല. വേണുചേട്ടൻ നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണ്, സൈക്കിക് ആണെന്നാണ് ജോർജ് മാത്യു സർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു ഈ വേണുചേട്ടന്റെ കണ്ണുകളിൽ എനിക്ക് പലപ്പോഴും വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അത് മേ ബി നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ട്, എന്താണ് വേണുചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ വേണുചേട്ടന് അത് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇതൊക്കെ ഹിപ്നോട്ടിസ്, ജിനുവിന്റെ ഇന്റർവ്യൂ എടുത്തു. ജിനുവിന്റെ അടുത്ത് പോയി ഞാൻ പ്രേതങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ജിനു ഒരു എക്സോസിസം പഠിക്കുന്ന ഒരാളാണ് ജിനു. പക്ഷെ ജിനുവിൽ നിന്ന് എനിക്ക് ആ വൈബ്രേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ വേണുചേട്ടനിൽ നിന്ന് ആ വൈബ്രേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മേ ബി എന്റെ ഉള്ളിൽ കിടക്കുന്ന അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ അതേ രീതിയിലുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യുന്നിടത്ത്. കാര്യം ഞാൻ പറയാം, നമ്മുടെ സ്റ്റുഡിയോയിൽ പല ആളുകളും ഇത്തരത്തിലുള്ള ഇവര് ഭയങ്കര മിടുക്കല. ഇവർ ഒരുപാട് വീഡിയോകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒക്കെ ചെയ്യുന്നവരില്ലേ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്താണെങ്കിൽ ഇത് ഒരു 50% മാത്രമേ വർക്ക്ഔട്ട് ആവും. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് കറങ്ങുന്നതുകൊണ്ടാണോ അതോ നെഗറ്റീവ് എനർജി ആണോ എനിക്കറിയില്ല. അതേസമയം ഇവര് പറയുന്ന വേണുചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഇവര് പോകുന്നത് എവിടെയാ? ഈ ജോർജ് മാത്യു സാറിന്റെ വീട്ടിലാണ്. ജോർജ് സാറിന്റെ മാത്യു സാറിന്റെ വീട് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു 1.5 ഏക്കറിൽ കാട് പോലെ കാട് വെച്ച് പിടിപ്പിച്ച അവിടെ ചെന്നാലേ നമ്മുടെ മനസ്സിൽ പേടിയാവും. അദ്ദേഹത്തിന്റെ വീടും ആംബിയൻസും ഒക്കെ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകമായി മാറും. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ വിഷയം അതല്ല, ആൾദൈവങ്ങളും സ്വാമികളും. അല്ല, അതിലെനിക്ക് ഒരാളെയും കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തെറി വിളിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരാളുണ്ട്, തൊപ്പിയമ്മ. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ അവരുടെ റീല് കാണുന്നതാണ്. എന്ന് വെച്ചാൽ ചായ കുടിച്ച് തുപ്പുക, അത് ഛർദിക്കുക, ഇതൊക്കെ ഭക്തർ കാണുന്നത് പ്രസാദമാണ്. പക്ഷെ ഇവര് റോട്ടിൽ കൂടെ ഈ വൃത്തിയായിട്ട് ഞങ്ങള് തൊപ്പിയമ്മയെ കാണാൻ 550 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം എന്നൊക്കെ കരുതിയിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ABC മലയാളത്തിൽ റോജിനെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പൊ റോജിൻ എന്നോട് പറയാണ്, എവിടെയായിരുന്നു? ഞാൻ തൊപ്പിയമ്മയെ കാണാൻ 500 കിലോമീറ്റർ, ഞാൻ 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് 20 കിലോമീറ്റർ റോഡ് നടന്നു. അതൊക്കെ പറയാം. അവൻ പറയുന്നത് ചേട്ടാ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നല്ല വലിയ കാറിലൊക്കെ വരുന്നവർ ഇവർ വരുമ്പോഴത്തേക്ക് കാറൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി ഇവർ അടുത്തേക്ക് പോകാൻ ആളുകൾ സമ്മതിക്കില്ല. കുറെ ആളുകൾ ഇവർക്ക് ചുറ്റും നടക്കാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയാ അങ്ങനെ ഒരു രൂപമുള്ള ഒരാളാണ്. അപ്പോ ആളുകൾ ഇവരുടെ കാല് തൊട്ട് തൊടാൻ പറ്റാത്തതുകൊണ്ട് ഇവർ നടന്നു പോകുമ്പോൾ തറ തൊട്ട് തൊഴുക. ഈ നോക്കൂ, മനുഷ്യന്റെ മനസ്സ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളതാണ്. ലോകത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആൾദൈവങ്ങളുടെ പറഞ്ഞത് ഇവരെ മാത്രം ചുറ്റിപ്പറ്റിയൊരു സംഘടിതമായ വിഭാഗമുണ്ട്. ഇവരാണ് ഇവരെ ബിസിനസ് ചെയ്യുന്നതും
കൃത്യമായി പക്ഷേ കച്ചവടം ഈ ചെയ്യുന്നതൊക്കെ തന്നെ. തൊപ്പിയമ്മയ്ക്ക് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ അല്ല അവർക്കത് workout ചെയ്യാൻ ബിസിനസ് അല്ല, പറ്റുമോ എന്ന് ഇത് നമുക്ക്. ഇത് ബിസിനസ് മൈൻഡ് അല്ല. ഇപ്പൊ ബിസിനസ് മൈൻഡ് ആണല്ലോ എടുത്ത് നരബലി ചെയ്യാൻ പറയത്തില്ല, പറയും ബിസിനസ് മൈൻഡ്. അവനെന്തോ സൈക്കോപാത്താണ് ഈ നരബലി ചെയ്യാൻ അല്ല, ഉപദേശിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സമൂഹത്തിലേക്കും എങ്ങനെ ചർച്ച ചെയ്യപ്പെടണം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും സമൂഹം വെറുക്കുന്ന എന്തെങ്കിലും കാര്യം അതായത് രണ്ടു തരത്തിൽ ചർച്ച ചെയ്യാമല്ലോ. കാര്യം പോസിറ്റീവ് വൈബിലും ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാം, നെഗറ്റീവ് വൈബിലും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടപ്പോ ഇത് പറഞ്ഞാലപ്പോ ഇപ്പൊ നമ്മൾ എത്ര പേര് അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തു. സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും ഇവർ കൃത്യമായി എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ വിടുന്നു. അപ്പൊ എന്താണ് കൃത്യമായിട്ട് ഇവർ വീഡിയോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? അല്ല സ്വാഭാവികമായിട്ട് ഞാനിപ്പോ പറയും ഈ തുറവൂരാനെന്ന് പറഞ്ഞിട്ടൊരു തുറവൂര് ഒരു ഇതുണ്ട്, വിഷ്ണുമായ തുറവൂരാണെന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര്. അപ്പൊ അവിടെ പോകുന്നത് ഇദ്ദേഹം വിഷ്ണുവായി പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ സ്ഥിരമായി പോകുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര ജീവിതത്തിൽ അവിടെ പോയതിനു ശേഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചേട്ടനും അനിയനും കൂടി ലാൻഡ് റോവർ മേടിക്കുന്നത്, റേഞ്ച് റോവർ മേടിക്കുന്നത്, കൂടിയ കാറുകൾ മേടിക്കുന്നത്, അവരെ വളരെ രീതിയിൽ സന്തോഷിച്ച് നടക്കുന്നത്, പിന്നെ വിഷ്ണുവായ പൂജിച്ചടക്കുന്നത്. എന്നിട്ട് അവിടെ ആളുകൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തുടങ്ങിയതിനു ശേഷം അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്. അതൊരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമായതുകൊണ്ട് ആ പോസിറ്റീവ് വൈബ് മറ്റുള്ളവരിലേക്ക് പകർന്നു കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അലൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, ഈ ടീമുകളൊക്കെ ഉണ്ട്. ഇവരുടെ കൂടെ നടക്കുന്ന ഒരു അഭിലാഷ് അട്ടായുണ്ട്. എന്നോട് ചേട്ടൻ ഞാൻ ഭയങ്കര മിമിക്രിക്കാരനാണ്, അപ്പോൾ പുള്ളി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കും. അപ്പൊ 2-3 വട്ടം വിളിച്ചപ്പോൾ ഞാൻ അഭിലാഷ് വാ, കാരണം നമ്മളെ കൊണ്ട് ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, അഭിലാഷിന് എന്തിന്റെ ആവശ്യമാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആളുകളുടെ കൂടെ നടന്ന് ആ നെഗറ്റീവ് ആയിട്ട് ചോദിച്ചു. ചേട്ടാ ഞാൻ മിമിക്രിക്കാരനായിട്ടും സിനിമയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളും ഒക്കെ ആയിട്ട് ഇത് പാട്ടുകാരനൊക്കെ ആയിട്ട് ഇവിടെ നടന്നു, നിങ്ങൾ ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്തു? ഇല്ലല്ലോ. ഞാനിപ്പോ അഭിലാഷ് ആട്ടമാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ചേട്ടന്റെ മനസ്സിൽ പെട്ടെന്ന് അലിൻ ജോസ് പെരേരയുടെ സന്തോഷമൊക്കെ കൂടെ നടക്കുന്നത് അഭിലാഷ്. എനിക്കത് വേണം ചേട്ടാ ജീവിക്കാൻ. ഇപ്പൊ 10 പേര് അറിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്നൊക്കെ പറയുന്നത് പോലെ പോസിറ്റീവായി ജീവിക്കുന്നവർക്കൊപ്പം ചേർന്നാൽ അത് പോസിറ്റീവായിട്ട് പോവാം, നെഗറ്റീവായിട്ട് ജീവിക്കുന്നവർക്കൊപ്പം ചേർന്നാൽ നെഗറ്റീവായിട്ട് അവരുദ്ദേശിച്ച മാർഗങ്ങളിലേക്ക് എത്താം. മാർഗങ്ങൾ രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നിലേക്ക് ഇവരെ എത്തിക്കുന്നു. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരെ പബ്ലിസിറ്റി മാത്രമല്ല, ഈ പറഞ്ഞ മനുഷ്യനെ ചൂഷണം ചെയ്ത് എന്താണ് പണം ഉണ്ടാക്കും. അത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള. പക്ഷെ അതിൽ നിന്ന് കുറച്ച് സമാധാനം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരാരും തെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഈ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് വരുന്നവരെ മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടി അവർക്ക് ഇറങ്ങണം. അത് പറ്റില്ല. ഞാൻ ഞാൻ ശില്പ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ ചോദിക്കാം. ഒന്ന്, ഞാനൊരു കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലോ മാനസിക പ്രശ്നത്തിലോ ആണെന്ന് വെക്കുക. ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഒരാളെ കാണും, എനിക്ക് വലിയ സാമ്പത്തിക ചെലവില്ലാതെ അയാളിൽ നിന്ന്, അയാൾ പറയുന്ന വാക്കുകളിൽ നിന്ന്, അയാൾ പറയുന്ന കർമ്മങ്ങളിൽ നിന്ന് എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, അത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പലരും ശാസ്ത്രീയമായി ചെയ്തതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പാരോ സൈക്കോളജി ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരുപാട് ശാസ്ത്രീയമായി ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടിരിക്കുന്നത് പ്രേതത്തെ ഒഴിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഹോമം, മന്ത്രവാദം അതായിരിക്കും എന്നെ ഫീഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എന്റെ ബ്രെയിൻ ഒബ്വിയസ്ലി അതാവും അതിനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് മേ ബി സൈക്കോളജിക്കലി എന്നെ കൗൺസിൽ ചെയ്ത് മാറ്റാൻ പറ്റില്ലായിരിക്കും. നേരെ മറിച്ച് എന്റെ ഒരു കളത്തെ കൊണ്ട് ഇപ്പൊ മൺസൂർത്താഴ് സിനിമ, അതിൽ ശോഭനയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശോഭനയ്ക്ക് മെന്റലി ഉള്ള ഒരു അസുഖമാണെന്ന് മോഹൻലാൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ശോഭനയുടെ അസുഖം മാറണമെങ്കിൽ ശോഭന വളർന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് മാന്ത്രികമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ഹോമം ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ശോഭന രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ചെയ്യുന്നതിന് ആർക്കും നഷ്ടമില്ല. പക്ഷെ അതിന്റെ പേരില് ഇത്തരത്തിൽ നരബലിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുരുതിയും ഒക്കെ നടക്കുമ്പോഴാണ് സമൂഹത്തിനും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കതിനെ അങ്ങനെ ആ പോയിന്റിൽ വൈൻഡപ്പ് ചെയ്യാം. വിശ്വാസങ്ങൾ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പിടിച്ചാൽ ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ ആ വിശ്വാസത്തിന് നിങ്ങൾക്ക് പിന്നാലെ പോകാം. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. പക്ഷെ വിശ്വാസങ്ങളുടെ പേരിൽ അന്ധവിശ്വാസങ്ങളായി മാറി നരബലിക്കും ഈ നഗ്നപൂജയ്ക്കും ഒന്നും വഴിപ്പെട്ട് പോകാതിരിക്കാം.